ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമുക്ക് CPM-കാരോട് മിണ്ടാത്ത നേതാക്കന്മാരോട് വലിയ ആരാധനയുള്ള ഒരു നാടൊക്കെയാണ് അല്ലേ. അത് വേറൊരു കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് ആണ്. കാരണം വളരെ സ്ട്രിക്റ്റ്, എന്താ പറയുക, ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആണ് ഓരോ രാഷ്ട്രീയ പാർട്ടി. മനുഷ്യർക്കിടയിൽ നിങ്ങൾ ആത്യന്തികമായും അവസാനമായും പിന്നെ രാഷ്ട്രീയ മനുഷ്യനാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചില ധാരണയുണ്ടാവും. ചില മനുഷ്യർ അങ്ങനെയല്ലാതെ കാണുന്നവരുണ്ടാവും. അദ്ദേഹം കുറെ കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അത്തരം പ്രസ്താവന ഒരു പാർട്ടിയോടുള്ള ഒരു അവമതിപ്പോ അല്ലെങ്കിൽ മറ്റൊന്നിനോടുള്ള അഭിനിവേശമോ ഒന്നുമല്ല അതിൽ കാണേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് പല പല അഭിപ്രായങ്ങളുണ്ട്. മാമിൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കും യോഗ്യനായിട്ടുള്ള ഒരാൾ? ഞാൻ പറയുമ്പോൾ പിണറായി വിജയൻ ആവണ്ട എന്ന് വിചാരിക്കുന്ന സാമാന്യ ജനം ഇവിടെ ഉള്ളിടത്തോളം കാലം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ വളരെ കൃത്യമായി അല്ലെങ്കിൽ അത്തരം ഒരു ഫോർമുലയിലേക്കൊക്കെ കാര്യങ്ങൾ അവസാന സമയത്തേക്ക് മാറും എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊക്കെ അതൊക്കെ അതിന്റെ സമയമായി വരുമ്പോൾ അതൊക്കെ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ്. അതെ, തുടർച്ചയായിട്ട് ഒരുപാട് വിവാദങ്ങൾ പലരുടെയും വരുന്നുണ്ട്, ഒരുപാട് സ്ക്രീൻഷോട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു യൂത്ത് നേതാക്കളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഇവിടുത്തെ വിജയസാധ്യതയെ എങ്ങനെയെങ്കിലും ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ വളരെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അയാളെ ഒരു പാർട്ടിയുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ഒരു ക്വസ്റ്റ്യൻ. അയാൾക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അയാൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലേക്ക് പെടുന്നതല്ല എന്നുള്ളത് വളരെ കൃത്യമായി പാർട്ടി പറയുകയും അതിനുള്ള മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അയാൾ ഒഴിവായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വളരെ പേഴ്സണലായി ഒരാൾക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഒരു ഒഫൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീവൻസിൻ്റെയോ ഒരു ക്രിമിനാലിറ്റിയുടെ ഒന്നും പിന്നെ ഒരു അളവെടുക്കാൻ ഇവിടുത്തെ കോടതിയോ നിയമമോ സംവിധാനങ്ങളോ ഉപയോഗിക്കപ്പെടുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ നരേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊന്നും ഒരു ഗ്രാവിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്രിപ്പുള്ള ഒരു ആർഗ്യുമെൻറ്റിലേക്ക് ഈ സാധനം ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇന്ന് പോലും ഇതിങ്ങനെ പറഞ്ഞു വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അത്തരം വിഷയങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരാളല്ല പാർട്ടി. ഒരാൾ നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ ഒരാളില്ലാതായി പോകുമ്പോഴും പാർട്ടി നിലനിൽക്കുമെന്നും ഇതിൽ ഒരുപാട് മനുഷ്യർ നിരന്തരം പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ ഇതിൽ ധാരാളം മനുഷ്യരുണ്ട്. അപ്പോൾ അത് വ്യക്തികൾക്കപ്പുറത്തേക്ക് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഹോൾ കോൺസെപ്റ്റായിട്ട്, നമ്മളൊരു ഓർഗാനിക് കോൺസെപ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയം എല്ലാം നമ്മൾ കുറേ സംസാരിച്ചു. പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ടീച്ചിങ്ങും ഈ രാഷ്ട്രീയവും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനെന്തായാലും ഒരു ഫാമിലിയുടെ ബാക്ക് സപ്പോർട്ടും കൂടി വേണം. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട്? സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പിന്നെ ഒരുമിച്ചിട്ടുള്ള ഒരു തീരുമാനം തന്നെ, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ നമുക്കിത് ചെയ്തു പോകാൻ കഴിയുക. വളരെ ചെറിയ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെ നോക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങളും വീടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്ട്രെയിനും ഉണ്ട്, വളരെയധികം സ്ട്രെയിനുണ്ട്. കാരണം ഒരു സ്ത്രീയുടെ പൊതുപ്രവർത്തനം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാൻ എപ്പോഴും വേദികളിൽ ചെല്ലുമ്പോൾ പറയും, പുരുഷന്മാർ രാവിലെ ചായയും കുടിച്ച് യോഗയും ചെയ്ത് പത്രം വായിച്ച് നിങ്ങൾ 10 മണിക്ക് ഒരു സ്റ്റേജിൽ എത്തുന്നത് പോലെ ഒരു സ്ത്രീക്ക് എത്താൻ കഴിയില്ല. ആ സ്ത്രീ അന്ന് 10 മണിക്ക് എത്തണമെങ്കിൽ രാവിലെ അല്പം നേരത്തെ എഴുന്നേൽക്കുകയും കുഞ്ഞുങ്ങളെ നോക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും വീട് വൃത്തിയാക്കുകയും ഒരുപക്ഷെ പത്രം വായിക്കാനോ യോഗ ചെയ്യാനോ ചായ കുടിക്കാനോ അന്നത്തെ വിശേഷങ്ങൾ അറിയാനോ ഒന്നും നേരമില്ലാതെ ഒരു സ്റ്റേജിലേക്ക് കിതച്ചെത്തുന്ന ഒരു സ്ത്രീക്ക് ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ളതൊരു സ്വാഭാവിക ധാർമ്മികതയാണ്. അത് നിർബന്ധമായും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അപ്പം അത്തരത്തിലൊക്കെ സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനും പരിഗണിക്കാനും അഭിമാനത്തോടു കൂടെ തന്നെ അവൾക്ക് അവിടെ തലയുയർത്തി പിടിച്ച് നിൽക്കാനുള്ള സംവിധാനം ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണും ഉണ്ടാവണം, ഏത് പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യം. അതൊരു മാനുഷികതയുടെ പ്രശ്നം കൂടിയാണ്. അതെ, അതുപോലെ ഈ പൊളിറ്റിക്സിലൊക്കെ ഇത്രയും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ടീച്ചർ തങ്ങൾ കൊണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിന്റെ അവിടെ എങ്ങനെയാണ്, സ്റ്റാർ ആണോ? അത് സ്വാഭാവികമായിട്ട് അവര് ഈ ഇൻസ്റ്റഗ്രാം കുട്ടികളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കും. അപ്പൊ ഈ പ്രൊഫൈലൊക്കെ നോക്കും, ഫോളോവേഴ്സിനെയൊക്കെ നോക്കും, അവർ നമ്മളിടുന്ന വീഡിയോ ഒക്കെ വരുമ്പോൾ നോക്കും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് പറയും അവർക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അങ്ങനെ വളരെ കണിശക്കാരിയായിട്ടുള്ള ഒരു ടീച്ചർ അല്ലാത്തത് കൊണ്ട് അവരതൊക്കെ പറയും എൻ്റെ അടുത്ത്. അതെ, ഇപ്പോൾ LDF നോക്കുകയാണെങ്കിലും UDF നോക്കുകയാണെങ്കിലും പലരുടെയും പേര് പറയുമെങ്കിലും സ്ത്രീകളുടെ പേര് മുഖ്യമന്ത്രി ആയിട്ട് പറയുന്നത് കേട്ടിട്ടില്ല.
അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി എന്നുള്ളതല്ല, കീ പൊസിഷൻസിലേക്ക് വരുമ്പോൾ പലപ്പോഴും അതാണ് ഞാൻ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് ഒരാൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഇന്നയാൾക്ക് കിട്ടണം എന്നുള്ളതൊന്നുമല്ല, കുറെ കൂടെ കീ പൊസിഷൻസിലേക്ക് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് സ്ത്രീകൾ വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ പാർലമെന്റിൽ ഉൾപ്പെടെ നിയമസഭയിൽ ഉൾപ്പെടെ സ്ത്രീകൾ വരണം. ഞാൻ പറയണത് ഇപ്പൊ പഞ്ചായത്തിലേക്ക് വരുന്നതിന് ആർക്കും എതിർപ്പില്ല. പഞ്ചായത്തിൽ എന്താണ് പഞ്ചായത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പഞ്ചായത്തിലേക്ക് സ്ത്രീകൾ വരുന്നതിന് എല്ലാവരും വലിയ പ്രോത്സാഹനമാണ്. ഇപ്പൊ ദ ഹയർ യു ഗോ ദ ഫ്യൂവർ യു സീ എന്നാണ് സ്ത്രീകളെ പറ്റി പറയാം. താഴെ അല്ലെങ്കിൽ ഏറ്റവും അധികാരത്തിന്റെ താഴെ ശ്രേണികളിൽ ധാരാളം സ്ത്രീകളുണ്ടാവും. മുകളിലേക്ക് കടക്കും തോറും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മനുഷ്യരെ കാണാൻ കഴിയൂ, സ്ത്രീകളെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ അത് മാറ്റം വരേണ്ടതുണ്ട്. ആ കാര്യത്തിൽ എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് പൊളിറ്റിക്സിൻ്റെ അപ്പുറത്തേക്കും അതൊരു സാമൂഹ്യ നീതിയാണ്, സ്വാഭാവിക നീതിയാണ്. കാലം അതിനനുസരിച്ച് ഉരുളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെ, ഇപ്പോൾ വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ ഓർ രമേശ് ചെന്നിത്തല, ഈ 3 പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ സാധ്യത കൂടുതൽ ഏത് വശത്തോട്ടായിരിക്കും? അല്ല, അത്തരത്തിലൊന്നും പിന്നെ ഒരു രാഷ്ട്രീയ പ്രവചനമൊന്നും നടത്താൻ ഉള്ള കെൽപ്പുള്ള ഒരാളല്ല ഞാൻ. ഒന്നാമത് അതൊക്കെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അങ്ങ് സംഭവിച്ചോളും. തെരഞ്ഞെടുപ്പ് കഴിയുകയും എന്തായാലും 2026 കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി മോദി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ തന്നെയാണ്. അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ആവാൻ യോഗ്യതയുള്ള ഒരാൾ കോൺഗ്രസിൽ ഇല്ലെന്ന് പറയുന്ന പലരും ഉണ്ട്. ശരിക്കും അങ്ങനെ യോഗ്യതയുള്ള ഒരാളില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതിൽ എന്താണ് പവർ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അധികാരം നിങ്ങൾ ഉപയോഗിക്കേണ്ടതിന് ഇപ്പം മോദിയുടെ ചരിത്രം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ മോഡി സർക്കാരൊക്കെ വീണ്ടും വരുമ്പോൾ അന്ന് ഹിന്ദുവിലൊരു ആർട്ടിക്കിൾ വന്നു, ദ ഐഡിയ ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വലിയ മറവി ഉണ്ടായിരിക്കുന്നു. എന്തായിരുന്നു നരേന്ദ്രമോദി ഈ ഗോധര കലാപത്തിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അത്തരം ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങളുടെ അധികാരം നിങ്ങൾ എങ്ങനെയാണ് പ്രയോഗിച്ചത് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഈ നാട്ടിലുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേം കടക്കുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് എത്തുന്ന എന്ത് പദ്ധതിയാണ് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ചെയ്തത് എന്നുള്ളത് എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. അതൊരു കോൺഗ്രസിൻ്റെ അന്ധത കൊണ്ട് സംസാരിക്കുന്നൊന്നുമല്ല. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലെയോ അല്ലെങ്കിൽ വിവരാവകാശ നിയമം പോലെയോ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന എന്ത് പദ്ധതിയാണ് BJPക്ക് രാജ്യത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? നോട്ട് നിരോധനം പോലെ, GST നടപ്പിലാക്കൽ പോലെ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്നതല്ലാതെ മനുഷ്യർക്ക് കൂടെ കർഷക ബില്ല് കൊണ്ടുവന്ന് വലിയ സമരങ്ങൾ നടന്ന് പിൻവലിക്കപ്പെട്ടു. അപ്പോൾ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന എന്ത് ഈ നാട്ടിൽ വന്നു എന്നുള്ളത് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല. ഒരു സാധാരണക്കാരൻ എന്ത് കിട്ടി? വിലക്കയറ്റവും പ്രയാസവും ദുരിതവും, ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ, പെട്രോളും ഡീസലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിലക്കയറ്റവും ഈ കുത്തനെയുള്ള വർധനവല്ലാതെ എന്താണ് ഈ നാട്ടിലെ മനുഷ്യന് കിട്ടിയത് എന്നുള്ളത് സാമാന്യ ജനത്തിന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.